ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ് ഓരോ ക്രൈസ്തവനും. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭാരതത്തിന്റെ ഭരണഘടന ശില്പിയായിരുന്ന മോട്ടിലാൽ നെഹ്റു അന്നത്തെ സഭാ അധികാരികളോട് ചോദിച്ചു, ന്യൂനപക്ഷങ്ങൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ അധികാരങ്ങള് ഭരണഘടനയിൽ എഴുതി ചേർക്കണമോ എന്ന് ചോദിച്ചപ്പോൾ സഭാധികാരികൾ പറഞ്ഞ കാര്യം, ഈ ഭാരതത്തിലുള്ള ഏതൊരു പൗരനും ലഭ്യമാകുന്ന അതേ അവകാശം മാത്രം മതി എന്ന് പറഞ്ഞതാണ് സഭാധികാരികൾ. എന്താണ് കാരണം? നമ്മൾ ഈ ഭാരതത്തിൽ നിന്ന് എന്തെങ്കിലും വെട്ടിപ്പിടിച്ച് നേട്ടമുണ്ടാക്കുകയല്ല, മറിച്ച് നമുക്ക് ധാരാളം സംഭാവനകൾ നൽകാനാണുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യന്റെ മുഖത്ത് ദൈവത്തെ കാണാനുള്ള കഴിവുണ്ട്. കാരണം ഏതൊരു മനുഷ്യനും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഏതൊരു മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവനാണ് കുടികൊള്ളുന്നത്. അതിനാൽ തന്നെ ഏതൊരു മനുഷ്യന്റെ മുഖത്തും ദൈവത്തെ ദർശിക്കാനുള്ള ഉയർന്ന കാഴ്ചപ്പാട് നമുക്കുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ ഭാരതത്തിലുള്ള ഓരോ പൗരനെയും നമ്മൾ സ്നേഹിക്കും. ഇവിടെ ഏറ്റക്കുറച്ചിലില്ല. മനുഷ്യര് തമ്മില് ഉയർന്നവനോ താഴ്ന്നവനോ എന്നുള്ള വ്യത്യാസം കൂടാതെ എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണാനും സ്നേഹിക്കാനുമുള്ള കാഴ്ചപ്പാടാ ക്രൈസ്തവനുള്ളത്. അതാണ് ക്രിസ്തു കാലിത്തൊഴുത്തിൽ ദരിദ്രനായി പിറന്നു കാണിച്ചു കൊടുത്തത്. ഏതൊരു പാവപ്പെട്ടവനെയും തന്നോട് ചേർക്കാൻ തക്കവിധം ക്രിസ്തു കാലിത്തൊഴുത്തിൽ ദരിദ്രനായി പിറന്നു. അപ്പോൾ നമ്മൾ ഈ ഭാരതത്തിന് ചെയ്ത വളരെ കൊച്ചു സമൂഹമാണ് നമ്മുടെ ക്രൈസ്തവ സമൂഹം. ഭാരതത്തിൽ രണ്ടല്ലെങ്കിൽ വെറും 2.5% മാത്രമേ ഉള്ളൂ. പക്ഷെ നാം ചെയ്ത സംഭാവന എന്ന് പറയുന്നത് ആർക്കും നിരാകരിക്കാൻ പറ്റില്ല, നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല.